നമസ്കാരം. ഇത് ചരിത്രധ്വനി. നമ്മളിന്ന് താജ്മഹലിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ. അക്ബർ ചക്രവർത്തിയുടെ പേരക്കുട്ടി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രണയിയായിരുന്നു അദ്ദേഹം. ഷാജഹാൻ്റെ ജീവിതം അർജുമത് ബാനു എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതോടെ മാറുന്നു. അദ്ദേഹം അവളെ അത്രമേൽ സ്നേഹിച്ചു. അവൾക്ക് മുംതാസ് മഹൽ എന്ന് പേരിട്ടു. കൊട്ടാരത്തിലെ പ്രിയപ്പെട്ടവൾ എന്നായിരുന്നു അതിനർത്ഥം. രാജ്യം ഭരിക്കുമ്പോഴും യുദ്ധത്തിന് പോകുമ്പോഴും മുംതാസ് അദ്ദേഹത്തിന് നിഴലായി കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വിധി ക്രൂരമായിരുന്നു. തൻ്റെ 14ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് മരണപ്പെടുന്നു. ഷാജഹാൻ ആകെ തകർന്നുപോയി. ദിവസങ്ങളോളം അദ്ദേഹം ആഹാരം ഉപേക്ഷിച്ച് കരഞ്ഞു തീർത്തു. തൻ്റെ പ്രിയതമയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ സ്മാരകം പണിയുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ യമുന നദിക്കരയിൽ താജ്മഹലിൻ്റെ പണി തുടങ്ങി. 22 വർഷം നീണ്ടുന്ന അധ്വാനം. 20,000 തൊഴിലാളികൾ രാപ്പകൽ പണിയെടുത്തു. വെളുത്ത മാർബിൾ കൊത്തിയെടുത്ത ആ അത്ഭുതം പൂർത്തിയായപ്പോൾ ലോകം അത്ഭുതപ്പെട്ടുപോയി. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. താജ്മഹൽ പണിതീർത്തതിന് പിന്നാലെ സ്വന്തം മകൻ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി. ആഗ്രക്കോട്ടയിലെ ഒരു ചെറിയ ജാലകത്തിലൂടെ ദൂരെ തിളങ്ങുന്ന താജ്മഹലിനെ നോക്കി കണ്ണീർ വാർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലത്തെ വിധി. ഒടുവിൽ മരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളുടെ അരികിൽ തന്നെ അദ്ദേഹത്തെയും അടക്കം ചെയ്തു. ഇന്നും യമുനയുടെ തീരത്ത് ആ വെണ്ണക്കൽ കൊട്ടാരം ആ പ്രണയത്തിൻ്റെ കഥ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.